CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച പൂർത്തിയായി. രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളിൽ PB അംഗം പിണറായി വിജയനും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനും മറുപടി നൽകി. പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും സ്വാധീനം വിപുലപ്പെടുത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ജില്ലാ സമ്മേളന ചർച്ചയിൽ ഉയർന്നു വന്നതെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. സാർവദേശീയ, ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ആമുഖമായി പ്രതിപാദിച്ചതുമായ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തത്. അതിൽ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതിനിധി സഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിലൊന്ന്, വലതുപക്ഷ രാഷ്ട്രീയക്കാരെയും വലതുപക്ഷ മാധ്യമങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അതിന് പാർട്ടി പ്രവർത്തകന്മാരെയും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളെയും അനുഭാവികളെയും പാർട്ടിയുടെ രാഷ്ട്രീയം പഠിപ്പിക്കണം. സന്തോഷ് ചേരുന്നു. സന്തോഷ്, CPIM കണ്ണൂർ ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്നു. എന്തൊക്കെയാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഷമി, കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ 54 പ്രതിനിധികളാണ് ഈ പൊതു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. അതിൽ 18 പ്രതിനിധികൾ വനിതകളായിരുന്നു. ഏറ്റവും പ്രധാനമായും ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും സ്വാധീനം മെച്ചപ്പെടുത്താനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഒരു സമ്മേളനത്തിൻ്റെ പൊതുവികാരമായി ഈ ചർച്ചയിൽ ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും കണ്ണൂർ നഗരം ഉൾപ്പെടുന്ന മേഖലയിലും അവിടെ പാർട്ടിയുടെ സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കണം എന്നുള്ള അഭിപ്രായവും ഉയർന്നു വന്നു. ഈ വർഗ ബഹുജന സംഘടനകൾക്ക് സ്വതന്ത്ര സ്വഭാവത്തോടുകൂടി ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള ചർച്ചകളാണ് ഉയർന്നു വന്നത്. ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനും സംഘടനാ കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള ചർച്ചയിൽ PB അംഗമായ പിണറായി വിജയനുമാണ് മറുപടി നൽകിയത്. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ സമ്മേളന നടപടികളെല്ലാം തന്നെ അജണ്ടകളെല്ലാം തന്നെ പൂർത്തിയാക്കും. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള 6 പ്രമേയങ്ങളും സമ്മേളനം പാസ്സാക്കിയിട്ടുണ്ട്. നാളെ ഉച്ചയോടുകൂടി സമ്മേളനം സമാപിക്കും. അതിനുശേഷമായിരിക്കും സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനവും റെഡ് വോളണ്ടിയർ മാർച്ചും നടക്കുന്നത്. പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്നു. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.